ഹലോ, അസ്സലാമലൈക്കും. നമ്മളിതാ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് മാങ്ങ അച്ചാറുമായിട്ടാണ്. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2-2.5 കിലോ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം ഇതാ പീസാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണമല്ല, വലിയ കഷ്ണമല്ല, അങ്ങനത്തെ രീതിയിലാണ് ഞാനിവിടെ മാങ്ങ പീസാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഈ മാങ്ങ നന്നായിട്ട് നല്ല വൃത്തിയുള്ളൊരു കഷ്ണത്തിലിട്ട് കാറ്റ് കൊണ്ട് ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് അതിക്ക് ആവശ്യമായത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 250 ഗ്രാം എണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നപ്പോഴേക്കിന് ഇതാ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കിന് അടുത്ത ഇതാ വലിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകം എന്നൊക്കെ പറയും. ഈ വലിയ ജീരകം മാങ്ങ അച്ചാറിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ആരും ചെയ്തു പോകാത്തൊരു കൂട്ടുമായിട്ടാണ് ഞാൻ മാങ്ങ അച്ചാർ റെഡിയാക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയുടെ ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 250 ഗ്രാം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അരച്ച് നന്നായി പേസ്റ്റാക്കിയിട്ടുണ്ട്. അതും കൂടെ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കിട്ടണം. ഇതൊന്ന് ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് റെഡിയായി വരാനുണ്ട്. ഇത് ബ്രൗൺ കളറ് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം ആ വെളുത്തുള്ളിൻ്റെ പച്ച ചൊവ്വ മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് ആവശ്യമായത് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയായി കിട്ടാനുണ്ട്. ഇതൊക്കെ ഈ എണ്ണയിലിട്ടിട്ടാണ് ഈ മസാലകളൊക്കെ ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ആ മസാലേൻ്റെയൊക്കെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ആവശ്യമായത് ഈസ്റ്റേൻ്റെ അച്ചാറും പൊടിയാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് അച്ചാറും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അച്ചാറും പൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കിട്ടണം. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടോ നന്നായിട്ട് ചുവപ്പ് കളറായിട്ടില്ലേ, അതൊക്കെ ഈ എണ്ണയിലേക്ക് തന്നെ ഈ മസാല ഇട്ട് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മസാലകളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ചുവപ്പ് കളറോടുകൂടി വന്നിട്ടില്ലേ. ഇനി നമ്മളതിലേക്ക് ആവശ്യമായത് സുർക്കയാണ്, വിനാഗിരി എന്നൊക്കെ പറയും. കുറച്ച് സുർക്കയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സുർക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മസാലക്കൂട്ടിക്ക് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുത്ത് അതും കൂടെ കൂട്ടി യോജിപ്പിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ആവശ്യമായത് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ നന്നായി അതിലേക്ക് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മളെ മാങ്ങാക്കൂട്ടുക്കുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ രീതി തന്നെ ഉണ്ടാക്കി വെച്ചാൽ 1 വർഷത്തോളം ഇരിക്കും കേട്ടോ. എത്ര ഇരുന്നാലും മാങ്ങ അച്ചാറിന് ടേസ്റ്റ് കൂടിയേ ഉള്ളൂ, ഒരു കേടും വരാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ മാങ്ങയ്ക്കയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 വിധം മാങ്ങ ഉണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ചെനച്ച മാങ്ങയും ഒന്ന് നന്നായിട്ട് പച്ചപ്പില്ല മാങ്ങയും. അതാണ് ആ മാങ്ങാക്കൂട്ടിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള സീക്രട്ട്. രണ്ടാമത് ആ വലിയ ജീരകത്തിൻ്റെയും.
അപ്പം ഈ മാങ്ങയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ മാങ്ങയൊക്കെ നന്നായിട്ട് ഇളക്കി മറിച്ചെടുത്തിട്ടുണ്ട്. ഈ മാങ്ങാക്കൂട്ടിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളതിലേക്ക് ഫൈനലായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണ് പഞ്ചസാരയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അറിയില്ല. അപ്പോൾ അതാ ഞാൻ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണുണ്ടോ ഇതിലേക്ക് വേണ്ട എണ്ണയും മസാലയും സുർക്കയും ഒക്കെ ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചങ്ങാണ്ട് ഈ മാങ്ങാച്ചാർ ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ ആ മാങ്ങൻ്റെ ഒപ്പം എണ്ണയും മാങ്ങൻ്റെ വെള്ളവും ഒക്കെ ഒന്നിച്ച് റെഡി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ചെറിയ കുപ്പിക്ക് ആവശ്യത്തിന് എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ വലിയൊരു കുപ്പി എടുത്തിട്ട് പൊട്ടണ കുപ്പി തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോഴുള്ളൂ നമുക്ക് 1 വർഷത്തോളമൊക്കെ ഈ മാങ്ങാച്ചാർ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. ഈ മാങ്ങാച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മളിത് കുറേശ്ശെ ആയിട്ട് പല പല കുപ്പികളിലായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ മസാലയും ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നല്ല ടേസ്റ്റ് വെക്കാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ, അതിനിത് ചെറിയ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം, എന്നാലുള്ളൂ അതിലത്തെ മസാലയും എണ്ണയും മാങ്ങയിലുള്ള വെള്ളമൊക്കെ മേലപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മളെ മാങ്ങാച്ചാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ.